السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദിവസം അവിടുന്ന് ചെയ്തിരുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ്, സുന്നത്തായ കർമ്മങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിലോരോ സമയനിർണിതമായ സുന്നത്തുകളാണ്. അസ്സുനനുൽ മൗഖൂത്തയാണ് നമ്മൾ വായിക്കുന്നത്. അവസാനം നമ്മൾ പറഞ്ഞത് വഖ്തുൽ ഇശായ, ഇശാ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇശാ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം പറയുന്നത് സുനനുൻ നൗമാണ്. നമ്മളൊക്കെ ഉറങ്ങും. ആ ഉറങ്ങുന്ന സമയത്ത് ചില സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് ഉറങ്ങുക. അങ്ങനെ പ്രത്യേക സുന്നത്തുകളൊന്നും അറിയാതെ പാലിക്കാതെ ഉറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ആ ഉറങ്ങുന്ന സമയം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഒരു ഇബാദത്താക്കി നമുക്ക് മാറ്റാൻ പറ്റും. നല്ല നിയ്യത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളും നമ്മൾ ആ ഉറക്കത്തിൽ പാലിക്കുകയാണ് എങ്കിൽ. അപ്പം ആ സുന്നത്തുകളെ കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു വഫിന്നൗമി ഇദ്ദതു സുനൻ, ഉറക്കത്തിൽ ഒരുപാട് സുന്നത്തുകളുണ്ട്. ഉറങ്ങാന്ന് പറഞ്ഞാൽ നേരെ ക്ഷീണം വരുമ്പോൾ കിടക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിന് ചില സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമതായി അദ്ദേഹം കൊടുക്കുന്നു ഇഗ്ലാഖുൽ അബ്വാബി ഇൻദൻ നൗം. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വാതിലുകളൊക്കെ അടക്കണം. വാതിലുകൾ അടക്കുക എന്നുള്ളത് അത് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അത്ഫിഉൽ മസാബീഹ ഇദാ റഖത്തും. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങളുടെ വിളക്കുകളൊക്കെ കടത്തണം. ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. വഗല്ലിഖുൽ അബ്വാബ്, അതുപോലെ വാതിലുകൾ കൃത്യമായി പൂട്ടണം. വഔഖു അൽ അസ്ഖിയ, തോൽപാത്രത്തിലാണ് പണ്ടൊക്കെ വെള്ളം ശേഖരിക്കൽ. അപ്പം അത് കെട്ടിവെക്കണം, മൂടി വെക്കണം, വെള്ളം തുറന്ന രീതിയിൽ വെക്കരുത്. വഖമ്മിറു ത്വആമ വശറ, നിങ്ങൾ കുടിക്കാനും അതുപോലെ ഭക്ഷിക്കാനും ഒക്കെ ഉള്ള ഭക്ഷണ പാനീയ പദാർത്ഥങ്ങൾ ശരിക്കും മൂടി വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പൊ ഇതിന്റെ കാരണമായി പണ്ഡിതന്മാർ പറയാറുള്ളത് പിശാച് അതിലേക്ക് പ്രവേശിക്കും എന്നുള്ള കാര്യമാണ്. ഭക്ഷണത്തിലാകട്ടെ പാനീയത്തിലാകട്ടെ ഇതൊക്കെ മൂടി വെക്കുക എന്നുള്ളത് പിശാച് അതിലേക്ക് പ്രവേശിക്കും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വാതിലടക്കേണ്ടത് നമ്മൾ നേരത്തെ മഗ്രിബിന്റെ സമയത്ത് ഒരു സുന്നത്തായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ് വഖ്തുൽ മഗ്രിബിൽ വാതിലടക്കാനും കുട്ടികളെ പുറത്തേക്ക് വിടുന്നതിൽ നിന്ന് പിടിച്ചു വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫൈന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖ, ബിസ്മി ചൊല്ലി വാതിൽ അടച്ചാൽ പിശാച് അത്തരത്തിലൊരു വാതിൽ തുറക്കുകയില്ല എന്നാണ്. രാത്രിയും അത് തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അതല്ലാത്ത കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. വീട്ടിൽ വാതിൽ അടച്ചിട്ടില്ല എങ്കിൽ അത് പാടില്ല. രണ്ടാമതായി അദ്ദേഹം കൊടുക്കുന്നു, ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത്ഫാഉൻ നാരി ഖബ്ല നൗം, ഉറങ്ങുന്നതിന് മുമ്പ് തീ ഉണ്ടെങ്കിൽ അത് അണക്കണം എന്നുള്ളതാണ്. ഇപ്പൊ പഴയ കാലത്ത് നമുക്കറിയാം, രാത്രി ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്തിലാണ്? തീ കൊണ്ടാണ്, അടുപ്പിലാണ് പാചകം ചെയ്യുന്നത്. ഇന്നും അങ്ങനെ അടുപ്പുള്ള വീടുകളുണ്ട്. അപ്പം അത്തരം അടുപ്പുള്ള വീടുകളുണ്ട് എങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ആ അടുപ്പ് എന്ത് ചെയ്യണം? അത് പൂർണ്ണമായി കെടുത്തി കളയണം. ഇനി നമ്മൾ വിളക്കുകൾ മറ്റ് പ്രകാശത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, ഇന്ന് വളരെ അപൂർവമായിരിക്കും, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. ആരും ഇപ്പോൾ വെളിച്ചത്തിന് വേണ്ടി അങ്ങനെയുള്ള മണ്ണെണ്ണ വിളക്കുകളോ മറ്റോ ഒന്നും ഉപയോഗിക്കലില്ല. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക, അത് ശരിക്കും അടക്കണം. അത് ഹദീസിലുള്ളതാണ്. കാരണം ഈ ഹദീസിൽ പറഞ്ഞ വാക്കുണ്ട് അത്ഫിഉൽ മസാബിഹ ഇദാ റഖത്തും, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? നിങ്ങളത് അണക്കണം എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലും കാണാം ലാ തത്റുകുൻ നാറ ഫീ ബുയൂതികും ഹീന തനാമൂൻ, നിങ്ങൾ ഉറങ്ങാൻ നേരത്ത് ഒരു തീയും നിങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. അതെല്ലാം എന്ത് ചെയ്യണം? അണക്കണം എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് അണച്ചിട്ടില്ല എങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. വീട് കത്തിപ്പോകാൻ തന്നെ അത് മതിയായതാണ്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. അദ്ദേഹം പറയാണ് ഇഹ്തറഖ ബൈത്തുൻ അലാ അഹ്ലിഹി ബിൽ മദീനതി മിനൽ ലൈൽ, മദീനയിൽ ഒരു വീട് തന്നെ തീ കൊണ്ട് കത്തിപ്പോയി. മദീനയിൽ ഒരു വീട് തന്നെ തീ കൊണ്ട് കത്തിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണ്. ഫലമ്മ ഹുദ്ദിസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശഅനിഹി, ഇങ്ങനെ ഒരു വീട് കത്തിപ്പോയ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇന്ന ഹാദിഹിൻ നാർ ഇന്നമാ ഹിയ അദുവ്വുൻ ലക്കും, തീർച്ചയായും ഈ തീ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ശത്രുവാണ്. ഫൈദാ നിംതും ഫഅത്ഫിഊഹാ അൻകും,
അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? തീ അണച്ചിട്ട് കിടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് തീ അണച്ചിട്ടില്ലെങ്കിൽ ഈ കത്തിപ്പിടിക്കാനുള്ളൊരു കാരണം കൂടി ചില റിവായത്തിൽ ഇമാം ബുഖാരി ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വഅത്ഫിഉൽ മസാബിഹ, നിങ്ങൾ വിളക്കുകളൊക്കെ അണക്കണം. ഫഇന്നൽ ഫുവൈസിഖ റുബ്ബമാ ജറത് അൽ ഫതീല ഫഅഹ്റഖത് അഹ്ലൽ ബൈത്ത്. കാരണം അൽ ഫുവൈസിക, കൊച്ചു തെമ്മാടി എന്നാണ് ആ വാക്കിനർത്ഥം. ആരാണ് കൊച്ചു തെമ്മാടി എന്നുള്ളത് ഹദീസിൽ വേറെ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് എലി എന്ന് പറയുന്നത്. ഇപ്പൊ എലി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചില്ലറക്കാരനല്ല. അവന് ചില സൂത്രപ്പണികളുണ്ട്, വളരെ ഉപദ്രവകരമായ ചില പണികൾ അതെടുക്കും. അതിൽപ്പെട്ടതാണ് റുബ്ബമാ ജറത് അൽ ഫതീല. ഈ തീയുടെ ആ വിളക്കിന്റെ തീയിലുള്ള നാരുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ തീ കത്താൻ ഉപയോഗിക്കുന്ന നാളങ്ങൾ ഉണ്ടാകും. അത് എടുത്തുകൊണ്ട് വന്നിട്ട് അഹ്റഖത്ത് അഹ്ലൽ ബൈത്ത്, അത് വീട്ടിനെ കത്തിക്കും. പ്രത്യേകിച്ചും പഴയ കാലത്തുള്ള വീട് അന്ന് ഈന്തപ്പന ഓല കൊണ്ടുള്ള വീടുകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിപ്പോകും. ഇന്നും കോൺക്രീറ്റ് ഉള്ള വീടുകളൊന്നും കത്തിപ്പോകുന്നതിൽ നിന്നും ഒഴിവൊന്നുമല്ല, കുറവാണെന്ന് മാത്രം. എന്ത് തന്നെയായാലും ഇങ്ങനെ എലികളൊക്കെ എന്ത് ചെയ്യും? ഈ രൂപത്തിൽ വീട് തന്നെ കത്തിക്കേണ്ട പണികളൊക്കെ എലികൾ എടുക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ തീ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ അടുപ്പുകളാകട്ടെ, അതല്ലെങ്കിൽ വെളിച്ചത്തിന് വേണ്ടി വിളക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളാകട്ടെ, അത് കടത്തിക്കളയണം. എന്നാൽ ഇന്നത്തെ ലൈറ്റുകളൊന്നും അതിൽ പെടുന്നില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ചെറിയ 10 വോൾട്ട് ലൈറ്റൊക്കെ ഇട്ട് കിടക്കുന്നത് കൊണ്ട് അത് ഇതിൽ പെടുന്നില്ല. കാരണം അങ്ങനെ ഒരു പ്രശ്നം അതിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതിന്റെ ഇല്ലത്ത് എന്ന് പറയുന്നത് വീടിനെ തീ കത്തിക്കും, അഥവാ നമ്മുടെ വീടും സമ്പത്തും ഒക്കെ അത് എന്ത് ചെയ്യും? അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയെ അടക്കുക, അങ്ങനെ ഒരു കാര്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ വെളിച്ചം കാണാതിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, രാത്രി ഉറങ്ങുമ്പോൾ വെളിച്ചം ഉണ്ടാകുന്നത് പ്രശ്നമാണ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് തീയാണ് ഇവിടെ പ്രശ്നം, കത്തിച്ചു കളയുന്നത്. അപ്പൊ അതിനോട് പണ്ഡിതന്മാരെ ഖിയാസാക്കിയ കാര്യമാണ്. ഇതുപോലെ അപകടം പിടിച്ച എല്ലാ കാര്യവും എന്ത് ചെയ്യണം? അത് ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകം എന്ത് ചെയ്യണം? അതില്ലാതാക്കി ഓഫാക്കി വെക്കണം. കാരണം ഉറങ്ങുമ്പോൾ നമ്മൾ അറിയില്ല പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ അറിയില്ല. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അത് ശരിക്കും ശ്രദ്ധിച്ചു വെക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. തീ മാത്രമല്ല, അങ്ങനെ അപകടം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമുക്ക് പറയാനാണെങ്കിൽ ഗ്യാസിന്റെ കാര്യമൊക്കെ ശരിക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് ഓഫാക്കി വെക്കണം. അത് ഹദീസിൽ നിന്ന് വരുന്ന പാഠമല്ല, പക്ഷെ ഹദീസിന്റെ ആശയം അതാണ് മനസ്സിലാക്കിയത്. അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഗ്യാസിന്റെ കാര്യമൊക്കെ നമ്മൾ കൃത്യമായി പൂട്ടി വെക്കുക. നമ്മൾ വയറുണ്ട്, ശരിയാണ്, പക്ഷെ ഈ വയറ് മുറിക്കാനും മറ്റുമൊക്കെ എലികൾക്കോ മറ്റുമൊക്കെ സാധ്യത ഉള്ള കാര്യമാണ്. അത് ആ കുറ്റി നമ്മൾ സിലിണ്ടർ അടച്ചു വെക്കുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവുകയില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അഥവാ വീട്ടിൽ ഈ രൂപത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും അത്തരത്തിലുള്ള അശ്രദ്ധകളാണ് വലിയ അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാറുള്ളത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത കാര്യമായിട്ട്, മൂന്നാമത്തെ കാര്യമായി അദ്ദേഹം ഉറങ്ങുന്ന സമയത്തുള്ള സുന്നത്തായി പറയുന്നു അൽ വുദൂഉ ഖബ്ല നൗം. ഉറങ്ങുന്നതിന് മുമ്പ് ഒരു വുദു എടുക്കാനുണ്ട്. അത് ഒരുപാട് ആളുകൾക്ക് അറിയില്ല. നമ്മൾ നിസ്കാരത്തിന് വുദു എടുക്കുന്നത് പോലെ, മുസ്ഹഫ് സ്പർശിക്കുമ്പോൾ അഥവാ ഖുർആൻ ഓതുമ്പോൾ വുദു എടുക്കുന്നത് പോലെ തന്നെ ഉറങ്ങുന്ന സമയത്തും നമ്മൾ വുദു എടുക്കേണ്ടതുണ്ട്. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ ഒരുപാട് ഹദീസിലൊക്കെ ഉദ്ധരിച്ച ഒരു സഹാബിയാണ്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഖസ്ത മൽജഅക ഫതവദ്ദ വുദുഅക ലിസ്സലാ. നീ ഉറങ്ങാൻ ഒരുങ്ങിയാൽ, നിന്റെ ഉറങ്ങുന്ന സ്ഥലത്തേക്ക് എത്തിയാൽ, ഉറങ്ങാൻ വേണ്ടി തയ്യാറായാൽ, ഫതവദ്ദ, നീ വുദു എടുക്കണം, വുദുഅക ലിസ്സലാ, നീ നിസ്കാരത്തിൽ വുദു എടുക്കുന്നത് പോലെ തന്നെ. അതായത് നിസ്കാരത്തിൽ അതേ കാര്യം തന്നെ, അത് പ്രത്യേകം ഉറങ്ങുന്ന സമയത്തായതുകൊണ്ട് വുദുവിൽ മാറ്റമൊന്നുമില്ല. നിസ്കാരത്തിലെ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉറങ്ങണം. സുമ്മൽ തജിഉ അല ഷിഖിഖൽ ഐമൻ. പിന്നീട് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മറ്റൊരു സുന്നത്ത് കൂടി പഠിപ്പിക്കുകയാണ്. വുദു എടുക്കുക എന്നുള്ളതൊരു സുന്നത്താണ്. നിങ്ങൾ ഉറങ്ങുമ്പോൾ വലത് ഭാഗം ചെരിഞ്ഞുകൊണ്ട് ഉറങ്ങണം. സുമ്മ ഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹിയ ഇലൈക് എന്ന് പറഞ്ഞിട്ട് ആ ഉറങ്ങുന്ന സമയത്തുള്ള ദുആ അവിടെ പറയാണ്. ഇൻഷാ അല്ലാഹ് അത്തരം ദുആകൾ ഒരുപാടുണ്ട്, നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ അത് പഠിപ്പിക്കുകയാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫഇൻ കാന മുതവദ്ദിഅൻ കഫാഹു ദാലിക്കൽ വുദു. ഒരാൾ വുദു നേരത്തെ ഉണ്ടെങ്കിൽ അത് മതി. ഉറങ്ങാൻ നേരത്ത് വുദു വേണമെന്നല്ല, ഉറങ്ങാൻ നേരത്ത് വുദു എടുക്കണമെന്നല്ല, ഒരാൾ വുദു ഉണ്ടെങ്കിൽ അത് മതിയായതാണ്. ലിഅന്നൽ മഖ്സൂദ അന്നൗം അലാ തഹാറതി മഖാഫത യമൂത ഫീ ലൈലതി. കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിഅന്നൽ മഖ്സൂദ് അന്നൗമു അലാ തഹാറ, ഒരു തഹാറത്തിൽ ഉറങ്ങുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഖാഫത യമൂത ഫീ ലൈലതി, ആ ഉറക്കിൽ, ആ രാത്രിയിൽ അവൻ മരണപ്പെടുന്നുണ്ട് എങ്കിൽ തഹാറത്തോടു കൂടി അവൻ മരിക്കുക എന്നുള്ളതാണ്. അതുപോലെ വലിയകൂന അസ്ദഖു ലിറുയാഹ്,
അവൻ സ്വപ്നം കാണുകയാണെങ്കിൽ സത്യസന്ധമായ സ്വപ്നം കാണണമെങ്കിലും എന്ത് ചെയ്യണം? വുളു എടുത്ത് കിടക്കുക എന്നുള്ളതാണ്. അതുപോലെ ഉറക്കത്തിൽ പിശാജ് ഇവനെ കൊണ്ട് കളിക്കുന്ന, പിശാജ് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കും, നമ്മൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത് പിശാചാണ്. അത്തരത്തിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന പിശാചിന്റെ കളികളിൽ നിന്നൊക്കെ നമുക്ക് അകലം പാലിക്കാൻ, അതിൽ നിന്ന് സുരക്ഷിതനാകാൻ ഈ വുളുവിനെ സഹായിക്കുമെന്ന് ഇമാം നവവി റഹിമഹുല്ല പറയുന്നുണ്ട്. അപ്പോൾ വുളു എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അവസാനം കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വുളു എടുക്കുക. ഇനി അതല്ല ഇശാ നിസ്കരിച്ച ഒരാൾ ഉടനെ തന്നെ ഉറങ്ങുകയാണ് എങ്കിൽ അയാൾക്ക് ആ വുളു ഉണ്ടെങ്കിൽ അത് മതിയായതാണ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് അദ്ദേഹം നാലാമതായി പറയുന്ന സുന്നത്ത് നഫ്ലുൽ ഫിറാശി ഖബ്ലൽ ഇൽതിജാഇ അലൈഹി, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിരിപ്പ് ശരിക്കും തട്ടിക്കുടയുക എന്നുള്ളതാണ്. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിരിപ്പ് തട്ടിക്കുടയുക. എത്രത്തോളം എന്നാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേറൊരു തുണി ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട തുണിയുടെ നമ്മളിപ്പോൾ ഒരാൾക്കൊരു ഷർട്ടും ഒരു മുണ്ടുമാണുള്ളത്, ആ മുണ്ട് കൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ കിടക്കുന്ന ഇടം അത് തട്ടിക്കുടയണം എന്നാണ് പറയുന്നത്. അതിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും, ഫഇന്നഹു ലാ യദ്രി മാ ഖൽഫഹു അലൈഹി, കാരണം അവനറിയില്ല അതിന്റെ താഴെ എന്താണുള്ളത്. പഴയകാലത്ത് പ്രത്യേകിച്ചും പല ഇഴജന്തുക്കളും തേളും മറ്റുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇസ്ലാം എത്രത്തോളമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന് ബാധിക്കുന്ന ഉപദ്രവങ്ങളിൽ നിന്ന് പോലും സുരക്ഷ പാലിക്കണമെന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യന്റെ ശരീരത്തിന് ഇസ്ലാം വലിയ വില കൊടുത്തിട്ടുണ്ട്. അതിന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും ഉണ്ടാവരുത് എന്നുള്ളത് ഇസ്ലാമിന്റെ വളരെ കണിശിതമായ നിയമങ്ങളിൽപ്പെട്ടതാണ്. അത്തരത്തിൽപ്പെട്ടതാണ് ഉറങ്ങുന്ന സമയത്ത് അവന് ഉപദ്രവങ്ങൾ ഏൽക്കാൻ പാടില്ല. അതിപ്പോൾ ഒരു ഉറുമ്പ് കൊണ്ടാണെങ്കിലും ശരി, അതല്ലാത്ത മറ്റ് വിഷജന്തുക്കൾ കൊണ്ടാണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും ശരി, ഹദീസുകളിൽ കാണുന്നത് നിങ്ങൾ ഇട്ടിരിക്കുന്ന ആ ഒരു മുണ്ട് കൊണ്ടെങ്കിലും, നിങ്ങളെ ദാഖിലത്തു ഇസാർ, നിങ്ങളുടെ തുണിയുടെ ആ അകംഭാഗം കൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതുകൊണ്ടൊന്ന് തട്ടിക്കൊടയണം. അതാണ് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ തുണികൾ ഉണ്ടാകും. പഴയ കാലത്ത് രണ്ട് വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ചില ആളുകളുടെ അടുക്കൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ തുണികളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ ആ ബെഡ് കിടക്കുന്ന സ്ഥലം ഒന്ന് തട്ടിക്കുടയുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഞ്ചാമത്തത് തൊട്ടുമ്പത്തെ ഹദീസിൽ വന്ന കാര്യമാണ് അന്നൗമു അല ഷഖിൽ ഐമൻ, വലത് ഭാഗം ചെരിഞ്ഞു കിടക്കുക എന്നുള്ളത്. വലത് ഭാഗം ചെരിഞ്ഞു കിടക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അങ്ങനെ കിടക്കാൻ ശ്രദ്ധിക്കുക. ആറാമത്തത് വദ്ഉ യദിഹി അൽ യുംന തഹ്ത ഖദ്ദിൽ ഐമൻ, അയാളുടെ വലത്തെ കൈ എന്ത് ചെയ്യണം? വലത്തെ കവിളിന്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് ഉറങ്ങുക എന്നുള്ളതാണ്. വലതു ഭാഗത്ത് ചെരിഞ്ഞ് ഉറങ്ങുക എന്നുള്ളതാണ് സുന്നത്ത്. ഇപ്പൊ തൊട്ടുമ്പത്തെ ഹദീസിൽ കാണാം, ഇദാ അഖദ്ത മൽജഅക ഫതവദ്ദ വുളുഅക ലിസ്സലാ, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിസ്കാരത്തിലേതുപോലെ എന്ത് ചെയ്യണം? വുളു എടുക്കണം. സുമ്മ തജിഉ അലാ ഷിഖ്ഖികൽ ഐമൻ, പിന്നീട് വലതു ഭാഗത്തേക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം. സുമ്മ ഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹി ഇലൈക, അള്ളാഹു എൻ്റെ മുഖം നിന്നിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയുണ്ട്. അത് പ്രാർത്ഥിക്കാനൊക്കെ സഹോദരങ്ങളെ ഹദീസിൽ വന്നിട്ടുണ്ട്. വേറെയും ഒരുപാട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറക്കത്തിനെ വിശദീകരിക്കുന്ന സഹാബികൾ അവിടുന്ന് അങ്ങനെയാണ് ഉറങ്ങാറുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് സുന്നത്തായ കാര്യമാണ്, നമുക്ക് പ്രതിഫലാർഹമായ കാര്യമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ ഒരുപാടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് സുന്നത്തുകളും ഒരാൾ അത് പിൻപറ്റുകയാണെങ്കിൽ അയാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈർ തന്നെയാണ്. ആഖിറത്തിൽ എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിന്റെ പ്രതിഫലം നമുക്ക് പറയാനില്ല. ദുനിയാവിലാണെങ്കിൽ തന്നെയും അതിലൊരുപാട് ഖൈറുകൾ ഉണ്ടാകും. അതിന് ശാസ്ത്രം കണ്ടെത്തിയതാകട്ടെ അല്ലാത്തതാകട്ടെ, അല്ല അങ്ങനെ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഭാഗത്താണ്. വലതു ഭാഗത്തേക്ക് നമ്മൾ ചെരിഞ്ഞു കിടക്കുന്ന സമയത്ത് അതിന് വലിയ ഭാരം ഉണ്ടാവുകയില്ല. അത് നല്ലതാണ് ശരീരത്തിന് എന്നൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. അത് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പഠിപ്പിച്ചു തന്നാൽ അത് അതുപോലെ ചെയ്താൽ അതിൻ്റെതായ പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക. പിന്നീട് നമുക്ക് അറിയില്ല, നമ്മൾ ചിലപ്പോൾ തിരിഞ്ഞടക്കും, നമ്മൾ മറിഞ്ഞടക്കും, നമുക്കറിയില്ല. ചിലർ ആ നിലക്ക് തന്നെ കിടന്ന് പോകാൻ സാധിക്കുന്നവരുണ്ട്. എങ്ങനെയായാലും നമ്മൾ ഉറങ്ങുന്ന നേരത്ത് നമ്മൾ അങ്ങനെ ഒന്ന് കിടന്നു നോക്കുക, അങ്ങനെ ശീലിക്കുക. അത് സുന്നത്തായ കാര്യമാണ് എന്നാണ്. ഏഴാമത്തത് അദ്ദേഹം പറയുന്നു ഖിറാഅത്തു അദ്കാരിൻ നൗം, ഉറങ്ങുന്ന സമയത്തുള്ള ദിക്റുകളുണ്ട്, ചിലത് അദ്ദേഹം പിന്നീട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പാരായണം ചെയ്യുക എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഓരോന്നോരോന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഫമിനൽ കിതാബ് ഖിറാഅത്തു ആയത്തുൽ കുർസി, അപ്പോൾ ആ ദിക്റുകളിൽ പെട്ട ഒന്നാണ് എന്താണ് ഖുർആനിൽ വന്ന ആയത്തുൽ കുർസി. ഉറങ്ങുന്ന നേരത്തെ എല്ലാവരും എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത് വലിയ സുന്നത്താണ്. പിശാചിൽ നിന്നുമുള്ള രക്ഷ കിട്ടാൻ അത് മതിയായതാണ്. ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്, വളരെ പ്രസിദ്ധമായ ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച ഒരു ഹദീസാണ്.
ഈ ഹദീസ് യഥാർത്ഥത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു പിശാച് മനുഷ്യരൂപത്തിൽ വന്നിട്ടാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ആ ഹദീസിന്റെ വിശദരൂപം ഇങ്ങനെയാണ്: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് സക്കാത്ത്, അതായത് ബൈത്തുൽ മാലിൽ വന്ന സക്കാത്തൊക്കെ ആളുകൾക്ക് വീതം വെക്കുന്ന ഒരു ജോലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സക്കാത്ത് അത് ആളുകൾക്ക് കൊടുക്കുന്ന ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സക്കാത്ത് അദ്ദേഹം അങ്ങനെ സംഭരിച്ചു വെച്ച സമയത്ത് ഒരാൾ വന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അയാളുടെ കുറെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. കുടുംബം ഭയങ്കര പട്ടിണിയാണ്, പ്രയാസമാണ്. അങ്ങനെ വന്നിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുക്കാൻ ഒരു ദിവസം കൊടുത്തു, രണ്ടാമത്തെ ദിവസം കൊടുത്തു. ഇങ്ങനെ മൂന്നാമത്തെ ദിവസം അയാൾ ഇതിൽ നിന്നും മോഷ്ടിക്കുന്ന ഒരവസ്ഥ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ദഅനി ഉഅല്ലിമുക കലിമാതിൻ യൻഫഉക അല്ലാഹു ബിഹാ, എന്നെ ഒന്ന് വിടണം, അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം, പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. അബൂ ഹുറൈറ ചോദിച്ചു, പറഞ്ഞു, മാഹു, എന്താണത്? അപ്പോൾ അയാൾ പറഞ്ഞ കാര്യമാണ്, ഇദാ അവൈത ഇലാ ഫറാഷിക്, നീ വിരിപ്പിലേക്ക് കിടന്നാൽ ഫഖ്റ ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി നീ പാരായണം ചെയ്യുക. ഹത്താ തഖ്തിമൽ ആയ, ഈ ആയത്തിന്റെ അവസാനത്തോളം, ആയത്തുൽ കുർസി അവസാനം വരെ പ്രാർത്ഥിക്കുക. ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു ഹാഫിൾ, നിന്നെ സംരക്ഷിക്കുന്ന ഒരാൾ നിന്നോടൊപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വലാ യഖ്റബന്നക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ്, പ്രഭാതം വരേക്കും പിശാച് നിന്നിലേക്ക് അടുക്കുകയില്ല എന്ന് പറഞ്ഞു. ഫഖല്ലൈതു സബീല, ഞാൻ അയാളെ പോകാൻ വിട്ടു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ. ഫഅസ്ബഹ്തു, രാവിലായി. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഫഅല അസീറുക്കൽ ബാരിഹ, രാത്രി വന്ന ആ വ്യക്തിയെ, നീ പിടിച്ചു വെച്ച അയാളെ എന്താണ് അയാളുടെ അവസ്ഥ, എന്ത് സംഭവിച്ചു? അപ്പോഴാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, യാ റസൂലല്ലാഹ് സഅമ അന്നഹു യുഅല്ലിമുനി കലിമാതിൻ യൻഫഉനി അല്ലാഹു ബിഹാ, ഞാൻ അയാളെ വിട്ടു, അയാൾ എന്നോട് പറഞ്ഞു ഞാൻ എനിക്ക് ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫഖല്ലൈതു സബീല, ഞാൻ അയാളെ വിടുകയാണ് ഉണ്ടായത്. മാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അയാൾ പഠിപ്പിച്ചു തന്നത്? അപ്പോൾ ഈ പറഞ്ഞ അതേ കാര്യം ആവർത്തിച്ചു. അതായത് നീ വിരിപ്പിലേക്ക് പ്രവേശിച്ചാൽ നീ എന്ത് ചെയ്യണം? ആയത്തുൽ കുർസി പൂർണ്ണമായി പാരായണം ചെയ്യണം. അങ്ങനെയെങ്കിൽ അള്ളാഹുൽ നിന്നുള്ളൊരു സംരക്ഷകൻ നിനക്കുണ്ടാകും. അതുപോലെ പിശാചിന്റെ ഷർറിൽ നിന്നും പുലരുവോളം നിനക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ സഹാബികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഖൈർ കണ്ടാൽ അവരത് വേഗം സ്വീകരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അമാ ഇന്നഹു ഖദ് സദഖക വഹുവ കസൂബ്, എന്നാൽ ഇത് സ്ഥിരം പെരുങ്കള്ളനായ ഒരാൾ നിന്നോട് ഇപ്പോൾ സത്യം പറഞ്ഞിരിക്കുകയാണ്. തഅലമു മൻ തുഖാതിബു മുൻദു സലാസി ലയാലിൻ യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ 3 രാത്രി നിന്നോട് സംസാരിച്ച ഈ വ്യക്തി ആരാണെന്ന് നിനക്കറിയുമോ? ഖാലല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയില്ല. ഖാല ദാക ശൈത്താൻ, അത് പിശാചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിശാച് പൊതുവെ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ഇത് എന്തുകൊണ്ടാണ് സ്വീകരിച്ചത്? ഈ ഹദീസ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സ്ഥിരപ്പെടുത്തുകയാണ്. അയാൾ പറയുന്നത് സത്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോളൂ. അല്ല ഇന്ന് ഇപ്പൊ ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദിക്ർ എനിക്കിങ്ങനെ ഒരാൾ ഒന്ന് പറഞ്ഞു തന്നു, അതങ്ങനെ സ്വീകരിക്കാൻ പാടുണ്ടോ? ഇല്ല. ഇന്ന് പല ത്വരീഖത്തിന്റെ ശൈഖന്മാരും പല ദിക്റുകളും ഔറാദുകളൊക്കെ കണ്ടുപിടിക്കുന്നത് അവർക്കങ്ങനെ സ്വപ്നത്തിൽ അങ്ങനെ ഇൽഹാം ഉണ്ടായി, അവർക്ക് അങ്ങനെ വെറുതെ ഒരു ഗുഹയിൽ പോയിരുന്നു, അല്ലെ ഒറ്റക്കൊരു മുറിയിൽ പോയിരുന്നു, അപ്പൊ അങ്ങനെ ചൊല്ലണം എന്ന് എനിക്ക് കിട്ടി, നിങ്ങൾ ചൊല്ലിക്കോളൂ. വരുന്ന ആൾക്കാരോട് പറയും നിങ്ങൾ അങ്ങനെ ചൊല്ലിക്കോളൂ. കുറെ ജിന്നുമ്മമാരൊക്കെ കാണും. ചില പ്രത്യേക ദിവസമാണ് ഓരോ ജിന്നുമ്മമാർക്ക് ആ ഡേറ്റിൽ ഒരങ്ങനെ അവിടെ കൂടിയിരുന്നിട്ട് അവരിങ്ങനെ ഒരു എന്താ പറയാ, ആ യോഗയിലൊക്കെ ഇരിക്കുന്നത് പോലെ അങ്ങനെ കണ്ണൊക്കെ അടച്ചിരിക്കും. അങ്ങനെ അവർക്ക് ഓരോന്ന് തോന്നും, അവരങ്ങനെ പറയും. ഇത് പൈശാചികമായ കാര്യങ്ങളാണ്, അതൊന്നും നമുക്ക് ശറഇലുള്ള കാര്യമല്ല. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞ കാര്യം ഇത് സുന്നത്തായി തീർന്നത് പിശാച് അവിടെ പറഞ്ഞുകൊണ്ടല്ല, അത് അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയും ഒരു കാര്യം നമുക്ക് ഉണ്ടാക്കി തന്നതാണ്, അങ്ങനെയും ഒരു കാര്യം ഉണ്ടാക്കി തന്നതാണ്. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അംഗീകരിച്ച് സ്ഥിരീകരിച്ച് അങ്ങനെയാണ് ഇത് ഹദീസായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അതല്ലാതെ പിശാച് പഠിപ്പിച്ചത് കൊണ്ട് അത് സുന്നത്തായതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ശരിയാണ് എന്ന് അംഗീകരിച്ചത് കൊണ്ടാണ് ഇന്നഹു ഖദ് സദഖക വഹുവ കദൂബ്, ആ പറഞ്ഞ മൊത്തം സത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫൈ ചെയ്തു. അപ്പോഴാണ് അത് ഹദീസായത്, അപ്പോഴാണ് സുന്നത്തായത്. അത് സഹോദരങ്ങളെ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നുള്ളത്. ആയത്തുൽ കുർസി പാരായണം ചെയ്യേണ്ട സന്ദർഭങ്ങൾ, നിസ്കാരം 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യാനുണ്ട്. അത് പാരായണം ചെയ്ത ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമല്ലാതെ അയാൾക്ക് സ്വർഗത്തിനുമിടയിൽ മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും.
അതുപോലെ രാവിലെയുള്ള അദ്കാറുകളിൽ ആയത്തുൽ കുർസിയുണ്ട്, വൈകിട്ടുള്ള അദ്കാറുകളിൽ ആയത്തുൽ കുർസിയുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പും എന്തുണ്ട്, ആയത്തുൽ കുർസി പാരായണം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത സുന്നത്ത് ഉറങ്ങാൻ നേരത്തുള്ള അദ്കാറിൽപ്പെട്ടതാണ് ഖിറാഅത്തുൽ ആയതൈനിൽ അഖീറതൈനി മിൻ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ, നമ്മൾ അവസാനത്തെ പേജിൽ ഉള്ള ആ 2 ആയത്തുകൾ, അവസാനത്തെ 2 ആയത്തുകളാണ് സഹോദരങ്ങളെ ആമന റസൂൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് അങ്ങനെ അറിയപ്പെടുന്ന ആ ആയത്തുകളാണ് പാരായണം ചെയ്യേണ്ടത്. അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹാതൈനിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈല കഫതാഹു. ആരെങ്കിലും സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്തിട്ടുണ്ട് എങ്കിൽ, എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത്? ഫീ ലൈല, രാത്രിയിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇത് ഉറക്കവുമായി ബന്ധപ്പെട്ട ദിക്റല്ല, മറിച്ച് രാത്രിയിൽ എപ്പോൾ വേണേൽ ഒരാൾക്ക് പാരായണം ചെയ്യാം. ഇപ്പൊ പാരായണം ചെയ്യാം, ശേഷം പാരായണം ചെയ്യാം, രാത്രിയിൽ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങുവോളം പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്താൽ മതി, അത് പാരായണം ചെയ്താൽ മതി. കഫതാഹു, അത് രണ്ടും അവന് മതിയായതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിൽ നിന്നും മതിയായതാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താവാം എന്ന് ഉലമാക്കൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ചിലർ പറഞ്ഞു കഫതാഹു മിൻ ഖിയാമുൽ ലൈൽ, ഖിയാമുൽ ലൈലിന് പകരം അത് മതിയായതാണ്. ചിലർ പറഞ്ഞു കഫതാഹു മിന ശൈത്താൻ, പിശാചിൽ നിന്നും അവന് മതിയായതാണ്, പിശാചിൽ നിന്നും രക്ഷയായിട്ട്. ചിലർ പറഞ്ഞു കഫതാഹു മിനൽ ആഫാത്ത്, അവനെ വല്ല അപകടങ്ങൾ ബാധിക്കുന്നതിൽ നിന്നും മതിയായതാണ്. ചിലർ പറഞ്ഞു യഹ്തമുൽ ജമീ, എല്ലാം വരാം, എല്ലാത്തിൽ നിന്നും മതിയായതാണ്, എല്ലാ ഷർറുകളിൽ നിന്നും അവൻ ഇത് സംരക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ അതും നമ്മൾ പാരായണം ചെയ്യുക. പാമന റസൂൽ എന്ന ഹിഫ്ള് ഇല്ലാത്ത, മനഃപ്പാടമില്ലാത്ത ആളുകൾ ഉണ്ടാവരുത്, നമ്മൾ പഠിക്കണം. ഇനി അഥവാ പഠിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, സുന്നത്ത് മനസ്സിലാക്കിയ ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും കുറഞ്ഞത് ആ പേജ് നമ്മൾ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യണം, അതങ്ങനെ നോക്കിയിട്ട് കുറേ ദിവസം ഓടിക്കഴിഞ്ഞാൽ തന്നെ പിന്നീട് മനഃപ്പാടാകും. ആമന റസൂൽ മാ ഉൻസില ഇലൈഹിം റബ്ബിഹിൽ മുഅ്മിനൂൻ, അത് നമ്മൾ നോക്കിയിട്ട് തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കുറേ ദിവസം നമ്മൾ നോക്കിയിട്ട് പാരായണം ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഹിഫ്ള് ആകും. അതാണ് അതിന്റെ രീതി. നമ്മളെന്നോ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടെങ്കിലും ഇത് പാരായണം ചെയ്യുക. കഫതാഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 ആയത്തുകൾ മതിയായതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വേള അവിടുന്ന് എന്തിൽ നിന്നും മതിയായതാണെന്ന് പറയാത്തത് എല്ലാത്തിൽ നിന്നും മതിയായതാണ് എന്നതിന്റെ സൂചനയാണ്. അവിടെ എന്തിൽ നിന്നും എന്ന് പറയാത്തത് അതായിരിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നീട് സഹോദരങ്ങളെ, ഓതേണ്ടത് ഖുർആനിലെ അവസാനത്തെ 3 സൂറത്തുകളാണ്. ഏതൊക്കെയാണ്? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. ഈ 3 സൂറത്തുകൾ 3 പ്രാവശ്യം പാരായണം ചെയ്യാനുണ്ട്. 3 സൂറത്തുകൾ 3 പ്രാവശ്യം പാരായണം ചെയ്യണം. ആ പാരായണം ചെയ്യുന്ന സമയത്ത് അത് കയ്യിൽ ഊതിയിട്ട് ആ 2 കൈ കൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ തടവുക. ഇതൊക്കെ സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് കാണാം. അവിടെ നിന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നത് കാണുന്ന അവിടുത്തെ ഭാര്യയാണ്. അവിടുന്ന് പറയാണ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആവാ ഇലാ ഫിറാശി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പിലേക്ക് കിടക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും? കുല്ല ലൈല, അവിടെ പറഞ്ഞ എല്ലാ രാത്രി എന്ന് പറയുന്നുണ്ട് ഹദീസിൽ. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന കാര്യമാണ്. ജമഅ കഫൈഹി, അവിടെ ഈ 2 കഫുകൾ ഇങ്ങനെ ഒരുമിപ്പിക്കും. ജമഅ കഫൈഹി, ഈ 2 കഫുകൾ ഇങ്ങനെ ഒരുമിച്ച് വെക്കും. സുമ്മ നഫസ ഫീഹിമ, പിന്നീട് അതിലേക്ക് ഊതും. ഇങ്ങനെയാണ് ഹദീസിലുള്ളത്. ആദ്യം ഊതുക എന്നുള്ളതാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഇത് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം വേറെ ചില റിവായത്തിലും അതുപോലെ പണ്ഡിതന്മാരിൽ വേറെ ചിലർ പറഞ്ഞു ഈ റാവി തിരിച്ചു പറയാനാണ് സാധ്യത. കാരണം ഓതിയതിനു ശേഷം ഊതലാണ് കൂടുതൽ നല്ലത്. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് ആ അഭിപ്രായം സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളാഹ് പോലെയുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ ലഫ്ദിൽ വന്നതുപോലെ ചെയ്താൽ മതി. ഒരു വിശാലമായ വിഷയമാണ്, വലിയ പ്രശ്നമുള്ളൊരു വിഷയമല്ല, വിശാലമായ വിഷയമാണ്. അപ്പൊ ഒന്നുകിൽ ആദ്യം ഊതുക, ഊതിയതിനു ശേഷം പിന്നീട് ഫഖറഅ ഫീഹിമ, പിന്നീട് ഫഖറഅ ഫീഹിമ, അതിൽ 2ലേക്കുമായി പാരായണം ചെയ്തു. ഏതൊക്കെ? ഖുൽ ഹുവല്ലാഹു അഹദ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, അത് പൂർണ്ണമായ സൂറത്താണ് ഉദ്ദേശിക്കുന്നത്. ഖുൽ അഊദു റബ്ബിൻ നാസ്, ഇത് 3 പാരായണം ചെയ്യുക. സുമ്മ യംസഹു ബിഹിമ, പിന്നീട് ഇതുകൊണ്ട് തടവുക. മസ്തതാഅ മിൻ ജസ്ദി, നമുക്ക് എത്തുന്നിടത്തോളം, എല്ലാ ഭാഗത്തും നമ്മൾ മുഴുവൻ ബോഡി അങ്ങനെയല്ല, നമ്മളെ കൈ എവിടേക്കാണ് എത്തുന്നത് അത്രയും നമുക്ക് തടവുക. അത് മതിയായതാണ്. അത് വസ്ത്രത്തിന്റെ മുകളിലൂടെ തന്നെ തടവിയാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. യബ്ദഉ ബിഹിമ അലാ റഅസിഹി വവജ്ഹി, അവിടെ നിന്ന് ആരംഭിക്കുന്നത് തലയിൽ നിന്നും അതുപോലെ മുഖത്തിൽ നിന്നുമാണ് എന്ന് പറഞ്ഞു. വമ അഖ്ബല മിൻ ജസദിഹി, പിന്നെ ശരീരത്തിന്റെ അടുത്തുള്ള ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ചെയ്യും. യഫ്അലു ദാലിക് 3 മററാത്ത്, ഇതേ കാര്യം 3 പ്രാവശ്യം ചെയ്യണം. അതായത് ഇതിനോടൊപ്പം 2 പ്രാവശ്യം ചെയ്യണം. അത് ഒരു പ്രാവശ്യം ഈ 3 സൂറത്ത് ഓതി തടവിയതിനു ശേഷം പിന്നെയും കൈവച്ച് 3 സൂറത്ത് ഓതി തടവുക, പിന്നെയും കൈവച്ച് 3 സൂറത്ത് ഓതി തടവുക.
അപ്പോൾ ഊതുന്ന കാര്യം സഹോദരങ്ങൾ, അവിടെ രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത്. നഫസ് എന്ന് പറയുന്ന വാക്ക് അത് നഫ്ഹ് എന്ന് പറയുന്നതിനും ഊത്ത് എന്ന് പറയും. നഫസ് എന്ന് പറയുന്നത് ഈ പറയുന്ന വാക്ക് മൂത്ത് എന്നാണ്. അതുപോലെ തഫൽ എന്ന് പറയുന്നത് ഊത്താണ്. ഇത് ഓരോന്ന് വ്യത്യാസമുണ്ട്. നഫ്ഹ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഊത്താണ്, അവിടെ ഉമിനീരൊന്നും ഉണ്ടാവുകയില്ല, സാധാരണ ഊത്താണ്. തഫൽ എന്ന് പറയുന്നത് അല്പം ഉമിനീര് കലർത്തിയിട്ടുള്ള ഊത്താണ്. ഏത് തഫൽ എന്ന് പറയുന്നത്. അതിനിടയിലുള്ളതാണ് നഫസ് എന്ന് പറയുന്നത്. അതായത് നേരൊരു ഉമിനീരുണ്ടാകും. അപ്പൊ ആ ഖുർആൻ പാരായണത്തിന്റെ ആ ഓത്തിന്റെ ബറക്കത്ത് അതുകൊണ്ട് ആണ് ഇത് തടവുന്നതിൽ കിട്ടുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറഞ്ഞത് എന്താണ്, അത് ആദ്യം ഓതുക, ശേഷം ഊതിയിട്ട് എന്നിട്ട് തടവുക, അതാണ് വേണ്ടത് എന്നാണ് അദ്ദേഹമൊക്കെ പറഞ്ഞത്. പല പണ്ഡിതന്മാരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളാഹെ പോലെയുള്ള ആളുകൾ ഹദീസിൽ വന്നതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ആദ്യം ഊതിയിട്ട് പിന്നെ ഓതിയാലും മതി. രണ്ടും അല്ലാഹു അലം, അത് നമുക്ക് കൂടുതൽ മനസ്സിലാവുന്ന രൂപത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ശരി, അതിനുശേഷമുള്ള മറ്റൊരു സൂറത്തുൽ കാഫിറൂൻ, ഖിറാഅത്തു സൂറത്തുൽ കാഫിറൂൻ. ഉർവത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി നൗഫൽ. ഉർവത്തിന്റെ ഉപ്പയാണ് നൗഫൽ. അപ്പൊ നൗഫലിനോട് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നീ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പാരായണം ചെയ്യണം. സുംനം അലാ ഖാതിമതിഹ, പിന്നീട് അതിന്റെ അവസാനത്തെ, അതായത് കഴിഞ്ഞിട്ട് നേരെ ഉറങ്ങുക. ഫഇന്നഹ ബറാഅത്തു മിനശ് ശിർക്ക്, തീർച്ചയായും അത് ഷിർക്കിൽ നിന്നും നിനക്ക് ബറാഅത്താണ്, ഷിർക്കിൽ നിന്നും നിനക്ക് അകലം പാലിക്കാൻ അത് മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുകൊണ്ട് രാത്രിയിലുള്ള മറ്റൊരു സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ളത് പാരായണം ചെയ്യുക. അപ്പോൾ ഓരോന്നും നമ്മൾ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഇത്രയും കിതാബിൽ നിന്നാണ് പറഞ്ഞത്. ആദ്യം അതായത് ഖുർആനിൽ നിന്നുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത്. ഹദീസിലുണ്ട്, ഖുർആനിലുണ്ട്. ഖുർആനിൽ ആദ്യം എന്താ വേണ്ടത്? ആദ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. പിന്നീട് നമ്മൾ പറഞ്ഞു ആമന റസൂൽ, അവസാനത്തെ രണ്ടായത്ത്, അത് രാത്രി എപ്പോഴും പാരായണം ചെയ്യാം. രാത്രി പാരായണം ചെയ്യാത്ത ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അത് പാരായണം ചെയ്യാവുന്നതാണ്. പിന്നീട് ഖുർആനിലെ അവസാനത്തെ 3 സൂറത്തുകൾ അത് പാരായണം ചെയ്യേണ്ട രീതി നമ്മൾ പറഞ്ഞു. കൈകളെ വെച്ചിട്ട് അത് അതിൽ ഓതുക, അല്ലെങ്കിൽ ഓതിയിട്ട് ഊതുക, എന്നിട്ട് ശരീരത്തിൽ എത്തുന്ന ഭാഗം അത്രയും മുഖം മുതൽ തടവുക, അത് 3 പ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ, ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി ഹദീസിലുള്ളത് വമിന സുന്ന അദ്ഇയതു കസീറ മിൻഹ, സുന്നത്തിൽ ഒരുപാട് ദിക്റുകളുണ്ട്, അതിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓരോന്ന് കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ളതെങ്കിൽ നമ്മളൊന്ന് ആദ്യം പഠിക്കുക. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഅഹ്യ, ബിസ്മിക അല്ലാഹുവിന്റെ നാമത്തിലാണ്, അല്ലാഹു അമൂതു വഅഹ്യ, ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഉള്ള പ്രാർത്ഥനയാണ് ഏറ്റവും ചെറുത്, അതാണ്. അത് പഠിക്കുക. അല്ലെങ്കിൽ ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസലഹാ ഫഹ്ഫൾഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്സാലിഹീൻ എന്നുള്ള പ്രാർത്ഥനയുണ്ട് സഹോദരങ്ങളെ, അത് പഠിക്കുക. അതുപോലെ അതല്ലാത്ത പ്രാർത്ഥനകളുമുണ്ട്. അദ്ദേഹം ഒരുപാട് പ്രാർത്ഥനകളുടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്കാർ സബാഹിൽ മസായിലൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെ ബുക്ക് നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. സ്വഹീഹായ പ്രാർത്ഥനയുടെ അദ്കാറുകളുടെ ഒരു ബുക്ക് നമ്മൾ വാങ്ങിയിട്ട് ഇത്തരം പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുക. ഏറ്റവും ചെറുത് നമ്മൾ പറയുക. അതുപോലെ നമുക്ക് പഠിക്കാത്ത കാര്യങ്ങൾ പഠിക്കുക. അപ്പം അതുപോലെ വളരെ എളുപ്പമുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഖിനി അദാബക യൗമ തബ്അസു ഇബാദക. അല്ലാഹുമ്മ ഖിനി അദാബക, നിന്റെ ശിക്ഷയിൽ നിന്നും എനിക്ക് രക്ഷ നൽകണമേ. യൗമ തബ്അസു ഇബാദക, നീ നിന്റെ അടിമകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന, അഥവാ പരലോകത്ത് നിന്റെ ശിക്ഷയിൽ നിന്നും എനിക്ക് രക്ഷ നൽകണമേ എന്നുള്ള പ്രാർത്ഥന. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കുന്ന കാര്യമാണ്. സുന്നത്തിലുള്ളത് ഇങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ 1 or 2 ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനുശേഷം ദിക്റുകൾ വന്നത്, ഹദീസിൽ വന്നത് മറ്റൊന്നാണ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം. ഇത് സഹോദരങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലുക എന്നുള്ളതിൽ മറ്റൊരു ഫായ്ദ കൂടിയുണ്ട്. ഒരാൾക്ക് ശരീരത്തിനുണ്ടാകുന്ന തളർച്ചയ്ക്ക് പോലും അത് മതിയായതാണ് എന്നാണ്. അഥവാ നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി, ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയും ഈ ദിക്റുകൾ ചൊല്ലുന്നതിൽ വലിയ തഅ്സീറുണ്ട്, വലിയ പ്രതിഫലനമുണ്ട് എന്ന് കാണാൻ സാധിക്കും. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവിടുന്ന് അലി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവർക്ക് വീട്ടിൽ ഒരുപാട് പണിയുള്ളതുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹുവിന്റെ കൈയൊക്കെ വേദനിക്കുകയാണ്. അത് വേലക്കാരിയൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ്, വേലക്കാരിയൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേലക്ക് നിർത്താൻ ആരെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലുണ്ടായിട്ടില്ല.
അവർ ആയിഷ റളിയല്ലാഹു അൻഹയോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു, എനിക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ കാര്യങ്ങൾ അറിയിച്ചു. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് എത്തി. അപ്പോഴേക്കും അവർ രണ്ടുപേരും കിടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് എത്തി അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് തൊട്ടിപ്പുറത്തായി കാല് വെച്ചു. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വജത്തു ബർദ ഖദമൈഹി അലാ സദ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിന്റെ തണുപ്പിന്റെ നെഞ്ചിൽ തട്ടി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഅല്ലിമുകുമാ ഖൈറൻ മിമ്മാ സഅൽതുമാനീനി. നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ചതിനേക്കാളും ഹൈറായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടോ. നിങ്ങൾ ജോലിക്കാരനാണ് ചോദിച്ചത്, അതിനേക്കാളും ഹൈറായ കാര്യം പറഞ്ഞു തരട്ടെയോ? ഇദാ അഖദ്തുമ മളാജിഅകുമ, നിങ്ങൾ രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടി കിടന്നാൽ തുകബ്ബിറ 34 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയണം. തുസബ്ബിഹ 33 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണം. തഹ്മദ 33 നിങ്ങൾ 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയണം. ഫഹുവ ഖൈറുൻ ലകുമാ മിൻ ഖാദിം, ഒരു ജോലിക്കാരനെ നിങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഹൈറായ കാര്യമാണ് എന്നാണ്. ഈ കാര്യം നമ്മൾ തുടക്കത്തിൽ സുന്നത്തുകൾ പതിവായി ചെയ്യുന്നതിന്റെ പ്രതിഫലം പറയുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് പിന്നീട്, മാ തറക്തുഹു മുൻദു സമിഅ്തുഹു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടത് മുതൽ പിന്നീട് ഒരിക്കലും ഞാനത് ഉപേക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, വലാ ലൈലത സിഫീൻ, സിഫീൻ യുദ്ധം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ പരസ്പരം ഉണ്ടായിരുന്ന ഒരു യുദ്ധമായിരുന്നു സിഫീൻ യുദ്ധം. അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്താണ്. അപ്പം ആ രാത്രിയെങ്കിലും, കാരണം വളരെ പ്രയാസകരമായ ഒരു രാത്രി ആയിരിക്കണം, അപ്പം ആ രാത്രിയിലും നിങ്ങൾ ഓതിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വലാ ലൈലത സിഫീൻ, സിഫീന്റെ രാത്രിയിലും ഞാനത് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഈ ദിക്റുകൾ ചൊല്ലാതെ ഉറങ്ങുന്ന എന്താണ് നമുക്ക് പറയാനുള്ളത്? വലിയ യുദ്ധത്തിന്റെ സമയത്ത് പോലും സഹാബികൾ എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്ത് ഇവർ ഉപേക്ഷിച്ചിട്ടില്ല. ഫർദിന്റെ കാര്യമല്ല, ഇതൊരു സുന്നത്താണ്. ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും അയാൾക്ക് കുറ്റമൊന്നും കിട്ടുന്ന കാര്യമല്ല. പക്ഷേ സഹാബികൾ എന്ത് ചെയ്യുന്നില്ല, ആ സുന്നത്തായ കാര്യങ്ങൾ പോലും വളരെ പ്രയാസമുള്ള സമയത്ത് പോലും അവർ ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ദിക്ർ അത് ചൊല്ലണം. വളരെ എളുപ്പമാണ്. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ. ഇത് നമ്മൾ പറയുക. ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇദാ അഖൽത മൽജഅ ഫതവല്ല വുളുഅക ലിസ്സലാ സുമ്മ തജി അലാ ശിഖിഖൽ അയ്മൻ. നമ്മൾ നേരത്തെ കേട്ടതാണ്. നിങ്ങൾ വുളു എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, കിടക്കുക, വലതുഭാഗം തിരിഞ്ഞ് കിടക്കുക. സുമ്മ ഖുൽ, പിന്നീട് നിങ്ങൾ പറയുക, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹിയ ഇലൈക് എന്ന് അവസാനത്തോളം പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നമ്മൾ പറയണം, അല്ലാഹുവേ, എൻ്റെ മുഖം ഞാൻ നിന്നിലേക്ക് തിരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, വജ്അൽഹുന്ന മിൻ ആഖിരി കലാമിക്, നിങ്ങൾ അവസാനം പറയുന്നത്, ഉറങ്ങുന്നതിന് മുമ്പ് അവസാനം പറയുന്നത് ഇതായിരിക്കണം. ഫൈൻ മുത്ത മിൻ ലൈലതിക് മുത്ത വ അൻത അലൽ ഫിത്ര, ആ രാത്രിയിൽ നിങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ശുദ്ധ പ്രകൃതിയിലാണ്, അത് ജനിച്ചപ്പോഴുള്ള ആ ശുദ്ധ പ്രകൃതിയിലായിരിക്കും നിങ്ങൾ മരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അദ്കാറുകൾ കഴിഞ്ഞാൽ, അതുപോലെ രാത്രിയുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ പിന്നീട് മറ്റു വർത്തമാനങ്ങളിലൊന്നും ഏർപ്പെടാതെ നേരെ ഉറങ്ങുക എന്നുള്ളതാണ് സുന്നത്ത്. അതാണ് വേണ്ടത്. നമ്മൾ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞ് ഉറങ്ങുക എന്നുള്ളതല്ല. മറിച്ച് ആ ദിക്റുകൾ കിട്ടേണ്ട ഹൈറുകൾ കിട്ടണമെങ്കിൽ ആ ദിക്റുകൾ സഹോദരങ്ങളെ അത് അവസാനത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് വർത്താനത്തിൽ നിൽക്കാതെ ആ ദിക്റോട് കൂടി തന്നെ ഉറങ്ങാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് അതെപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇതാണ് ഉറങ്ങുന്നതിന് മുമ്പുള്ള ദിക്റുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഉറക്കത്തിലുള്ള ചില സുന്നത്തുകളാണ്. സുനനുൻ ഫി മയറാഹുൻ നായിം, ഉറങ്ങുന്ന ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ കണ്ടാൽ, അതായത് സ്വപ്നവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരാൾ സ്വപ്നം കണ്ട എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്നു, മയറാഹുൻ നായിമു ലാ യഖ്ലു മിൻ സലാസി അഹ്വാൽ, ഒരാൾ ഉറക്കത്തിൽ കാണുന്നത് മൂന്നാലൊരു കാര്യങ്ങളായിരിക്കും. ജാഅത് ഫി ഹദീസ് അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ വന്നിട്ടുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വന്നിട്ടുണ്ട്. ഒന്നുകിൽ റുഇയ സാലിഹ, നല്ല സ്വപ്നമായിരിക്കും, നല്ല സന്തോഷകരമായ നല്ല കാര്യങ്ങളെക്കുറിച്ചുള്ള സ്വപ്നമായിരിക്കും. അദ്ദേഹം പറയുന്നു, വഹി ബുശ്റാ മിനല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ്. വലഹ ആദാബുൻ സതഅതി, ചില മര്യാദകൾ അതിനുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നല്ല സ്വപ്നങ്ങൾ വരാം, നല്ല കാര്യങ്ങൾ, നല്ല എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നത്, ദുനിയാവിലാകട്ടെ ആഖിറത്തിലാകട്ടെ നല്ല കാര്യങ്ങൾ നമ്മൾ സ്വപ്നങ്ങൾ വരും. അല്ലെങ്കിൽ റുഇയ തഹ്സീൻ, അല്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടാക്കുന്ന, പ്രയാസം ഉണ്ടാക്കുന്ന സ്വപ്നങ്ങൾ വരും. വഹിമിന ശൈത്താൻ, അത് പിശാചിൽ നിന്നതാണ്. വലൻ തദുറൽ അബ്ദു
വലൻ തദുറ അൽ അബ്ദ ഇദം തസല ആദാബിഹാ വസതഅതി. അതിൻ്റെ മര്യാദകൾ ഒരാൾ പാലിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, അയാൾക്ക് അത് ബാധിക്കുകയില്ല എന്ന് പറയും. മൂന്നാമത്തെ ഒരു തരം സ്വപ്നം അയാൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ സ്വപ്നമായിട്ട് കാണാം. അത് ഒന്നുമില്ല, വെറുതെയാണ്. അത് ചിലപ്പോൾ നമ്മൾ ഇന്നലെ വർത്താനം പറഞ്ഞാൽ വൈകുന്നേരം വർത്താനം പറഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ ഉറക്കത്ത് കാണും. അല്ലെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും വർത്താനം പറഞ്ഞാൽ അത് ചിലപ്പോൾ അതന്നെ കാണും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം സംസാരിച്ചിട്ടൊക്കെയാണ് ഉറങ്ങുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് തന്നെ ഒന്ന് സ്വപ്നത്തിൽ കാണും. അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഈ 3 രൂപത്തിൽ സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ചില മര്യാദകളാണ് പറയുന്നത്. ഹദീസിൽ കാണാം, അബൂ സലമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, ഞാൻ ചില സ്വപ്നങ്ങൾ കാണാം, അതെന്നെ രോഗിയാക്കും. ചില സ്വപ്നങ്ങൾ അല്ല, അത് ഭയങ്കര പ്രയാസമുള്ള സ്വപ്നം. എണീച്ചാൽ നമുക്ക് ചിലപ്പോൾ ക്ഷീണം പോലെയൊക്കെ, എണീക്കാൻ പറ്റാത്ത രൂപത്തിൽ ഭയങ്കര ഉപദ്രവം, നമ്മൾ ചിലപ്പോൾ ഉടനകളൊക്കെ വീഴുന്ന പോലെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പലരും കാണുന്ന സ്വപ്നം. അങ്ങനെ ചില സ്വപ്നങ്ങൾ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ അതെന്നെ രോഗിയാക്കി കളയും, ആകെ ക്ഷീണം പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അദ്ദേഹം പറയാണ്, ഫലഖീതു അബാ ഖതാദ, ഞാൻ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു കണ്ടു. ഞാൻ പറഞ്ഞു, അന കുൻതു ലഅറ റുഅ്യ ഫതുംരിദുനി, ഞാൻ ഇങ്ങനെയുള്ള ചില സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട്, അതെന്നെ രോഗിയാക്കാറുണ്ടായിരുന്നു. ഹത്താ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാര്യം കേട്ടതുവരെ. അതിനുശേഷം എനിക്കില്ല. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അർ-റുഅ്യ മിനല്ലാഹ്, നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വൽ ഹുൽം മിന ശൈത്താൻ, അതല്ലാത്ത ചീത്ത സ്വപ്നങ്ങൾ അത് പിശാചിൽ നിന്നുള്ളതാണ്. ഫൈദാ ഹലമ അഹദുകും ഹുൽമൻ യക്റഹുഹു, നിങ്ങൾക്കൊരാൾക്ക് വെറുപ്പുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ഒരു ദുസ്വപ്നം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഫൽയംഫുസ് അൻ യസാരിഹി സലാസ, അയാൾ എന്ത് ചെയ്യട്ടെ, തൻ്റെ ഇടതുഭാഗത്ത് 3 പ്രാവശ്യം ഉമിനീര് കലർത്തിയ രൂപത്തിൽ, നേരത്തെ പറഞ്ഞ നഫസാണ്, ആ രൂപത്തിൽ 3 പ്രാവശ്യം ഇടതുഭാഗത്ത് അവൻ തുപ്പട്ടെ. വൽയതഅവ്വദ് ബില്ലാഹി മിൻ ശർരിഹാ ഫഇന്നഹാ ലൻ തദുറഹു, അല്ലാഹുവിൽ നിന്നും അതിന്റെ ഷർറ്, അതിനെ തൊട്ട് നീ എന്ത് ചെയ്യണം, രക്ഷ ചോദിക്കട്ടെ. അത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നീ പറയട്ടെ. ഫഇന്നഹാ ലൻ തദുറഹു, എങ്കിൽ അതൊന്നും ഏൽക്കുകയില്ല, ഒന്നും പേടിക്കണ്ട. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ രൂപത്തിൽ ചെയ്താൽ മതി, പിന്നീട് ഒന്നും പേടിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ചെയ്തതിന് ശേഷം എനിക്ക് അങ്ങനെ പിന്നെ ഒരു പ്രയാസം ഉണ്ടാവലില്ല. എനിക്കിങ്ങനെ എന്തു മോശം സ്വപ്നം കണ്ടാലും എന്ത് ചെയ്യാറില്ല, എനിക്കൊരു പ്രയാസവും ഉണ്ടാവാറില്ല എന്നാണ്. ചില റിവായത്തിൽ കാണാൻ സാധിക്കും, വല്യസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനി സലാസ, 3 പ്രാവശ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം. വല്യതഹവൽ അൻ ജംബിഹി അല്ലദീ കാന അലൈഹി, അവൻ ഏത് ഭാഗത്തേക്കാണോ അപ്പോൾ എണീക്കുന്ന സമയത്ത് ഉണ്ടായത് അതിന്റെ എതിർഭാഗത്തേക്ക് തിരിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ വലതു ഭാഗത്തേക്കായി നമ്മൾ ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞ് അങ്ങനെ മാറിക്കിടക്കുക. അത് ഹദീസിൽ വന്നതായി കാണാം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ റഅ അഹദുകും റുഅ്യ യുഹിബ്ബുഹാ, ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഫഇന്നഹാ മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഫൽയഹ്മദില്ലാ അലൈഹ, അതിന് അല്ലാഹുവിനെ സ്തുതി പറയുക, അൽഹംദുലില്ലാഹ് എന്ന് പറയുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ഉള്ളതാണ്. അപ്പൊ അതിൽ മൊത്തത്തിൽ പറയാണ്, നല്ല സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്, കാരണം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുപോലെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, അവനത് ആളുകളെ അറിയിക്കട്ടെ, പക്ഷേ അവനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ അറിയിക്കുക, അസൂയക്കാരെയൊന്നും അറിയിക്കരുത്. നല്ല എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ആളുകളെ മാത്രം അറിയിക്കുക, എല്ലാവരും അറിയിക്കരുത്. അവനൊരു ഹൈറുണ്ടാക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളൊന്നും അറിയിക്കരുത്. നല്ല ആളുകളെ, അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇങ്ങനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അത് സുന്നത്താണ്, ഞാനിങ്ങനെ നല്ലൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുള്ളത് പറയൽ സുന്നത്താണ്. മോശം സ്വപ്നമാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു, എന്ത് ചെയ്യുക, അവനെ ഇടതു ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുക, അവൻ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് 3 പ്രാവശ്യം പറയുക. അതും ഒരാളെയും അറിയിക്കരുത് എന്നുള്ളതാണ്, അതും ഒരാളെയും അറിയിക്കരുത്. അതുപോലെ ചില റിവായത്തിൽ വന്നതുപോലെ അവൻ്റെ ശരീരഭാഗം അത് മാറ്റിക്കിടക്കട്ടെ, വലതു ഭാഗത്താണ് ഇടതു ഭാഗത്താണ് വലതു ഭാഗത്തേക്ക് അങ്ങനെ മാറ്റിക്കിടക്കട്ടെ. അതുപോലെ വന്നതായി കാണാം, അവൻ എഴുന്നേറ്റുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ, അതും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രയാസമുള്ള സ്വപ്നം കണ്ട് എണീക്കുകയാണ് എങ്കിൽ അവൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കട്ടെ എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് എന്ത് ചെയ്യാം, സുന്നത്ത് നിസ്കരിക്കാം. ഒരു ഹദീസിൽ കാണാം, മൻ തആറ മിനൽ ലൈലി ഫഖാൽ, ആരെങ്കിലും രാത്രി ഞെട്ടി എഴുന്നേറ്റു. തആറ എന്ന് പറയുന്ന വാക്കിന് വ്യത്യസ്ത അർത്ഥങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹബ്ബ മിൻ നൗമിഹി വസ്തൈഖൽ, ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി അല്ലെ. ചിലപ്പോൾ അങ്ങനെ മോശപ്പെട്ട സ്വപ്നം കണ്ട് അങ്ങനെ ഞെട്ടി എണീക്കും, ആകെ ബേജാറായി എണീക്കും. ഒരു വല്ലാത്തൊരു അത്ഭുതമുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ നമ്മൾ കിടക്കയിൽ തന്നെ ഉണ്ടാവും, നമ്മൾ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ ചില സ്വപ്നങ്ങൾ നമ്മളെ പേടിപ്പിച്ചിട്ട് നമുക്ക് എന്തോ സംഭവിക്കുന്നത് പോലെ ശരിക്കും പേടിച്ചു പോകും. എത്ര ധൈര്യമുള്ള ആളാണെങ്കിൽ പോലും അങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ പേടിച്ചു പോകും. അപ്പം അങ്ങനെ ആരെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ
അവൻ പറയട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് പറയാ. അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ കാര്യങ്ങൾ പറയാം. അതായത് അത് ഏത് ഓർഡറിൽ പറഞ്ഞാലും തിരക്കേടില്ല എന്ന് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറയുക. സുമ്മ ഖാൽ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു നീ എനിക്ക് പുറത്തു തരണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഔ ദഅ സ്തുജീബ ലഹ്, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അവൻ ദുആ ചെയ്യുക. സ്തുജീബ ലഹ്, ആ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫഇൻ തവദ്ദഅ വസല്ല ഖുബിലത് സലാത്തു, ഫഇൻ തവദ്ദഅ വസല്ല ഖുബിലത് സലാത്തു. അവൻ വുളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അത് നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്ന നിസ്കാരമായിരിക്കും എന്ന് ഉറപ്പ് വരികയാണ്. 2 റക്അത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന നിസ്കാരമായിരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു രാത്രി എങ്ങനെ എഴുന്നേറ്റാലും ഇത് മതി. അതായത് പേടി സ്വപ്നം കണ്ട് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ എഴുന്നേറ്റാൽ ഉറക്കത്ത് നമ്മളൊന്ന് ഞെട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലാഹുമ്മ ഗ്ഫിർലി. ഒരാൾ അത്ര മതിയാക്കി ഉറങ്ങുകയാണെങ്കിൽ മതി. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഇനി അതിൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, അതുകൂടി വേഗം പറയാം. അങ്ങനെ കടന്നുറങ്ങിയാലും മതി. ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഇനി ഒരാൾക്ക് ഒന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ആ ഒരു തോന്നലുണ്ടെങ്കിൽ വേഗം നിസ്കരിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഖുബിലത് സലാത്തുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 നിസ്കാരമാണ്. വേഗം 2 റക്അത്ത് നിസ്കരിച്ചാൽ അത് സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മൻ തആറ എന്നുള്ളത് ചില പണ്ഡിതന്മാർ ഇസ്തൈഖള, ഞെട്ടിയാലെന്ന്, ഉറക്കത്ത് ഞെട്ടിയാലെന്ന് മാത്രം അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ഞെട്ടി ഉണരേണ്ട, പേടിച്ചുണരേണ്ട, ചിലർ ശബ്ദമുണ്ടാക്കി നിൽക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അതിൽ പെടുന്നതാണ്. എങ്ങനെ എഴുന്നേറ്റാലും ഒരാൾക്ക് 2 റക്അത്ത് അങ്ങനെ സുന്നത്ത് നിസ്കരിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത്രയുമാണ് അസ്സുനനുൽ മൗഖൂത്തയായി അദ്ദേഹം കൊടുത്തത്, അഥവാ സമയനിർണിതമായ ചില സുന്നത്തുകളായി അദ്ദേഹം കൊടുത്തത് ഇത്രയുമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ ഒരു പ്രത്യേക സമയത്തുള്ള സുന്നത്തുകൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.